ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. അന്യം എന്ന് പറഞ്ഞിട്ടുള്ള ഓളം പുറത്തിറങ്ങിയിട്ട് 20 വർഷമായിട്ടുണ്ട്. പിന്നെ ഒരു വടക്കം തേരോട്ടം എന്ന് പറഞ്ഞിടത്തിലത്തെ ഇടനെഞ്ചിലെ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞിടത്തിന്റെ 10 days to go പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ കണ്ണപ്പം എന്ന് പറഞ്ഞിടത്തിന്റെ 10 days to go പോസ്റ്റ് വന്നു. അതുമാതിരി മാർഗം എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്തും 10 days to go പോസ്റ്റ് വന്നു. പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ 3 days to go പോസ്റ്റ് വന്നു. പിന്നെ DNA എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് 3 days to go പോസ്റ്റ് വന്നു. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് 3 days to go പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിലത്തെ മണികണ്ഠന്റെ പേര് പൂച്ചി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ 8 വർഷത്തിൽ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് 3 days to go പോസ്റ്റ് വന്നു. പിന്നെ ഇതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ രണ്ടാമത്തെ ഇന്റർവ്യൂ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ USA തിയേറ്റർ ലിസ്റ്റ് 1 അതേമാതിരി തിയേറ്റർ ലിസ്റ്റ് 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും 18-ാം തീയതി ഇതിന് പ്രീമിയർ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ആങ്കോൻകി ഗുസ്താഖിയ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ജൂലൈ 11-ാം തീയതി എന്നുള്ള അറിയിച്ചു. പിന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ പടത്തിലത്തെ ദ പുഗ്ഡി ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ പേയ് കഥ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് വരാൻ പോവാണ്. പേയ് കഥ ടൈറ്റിൽ ട്രാക്ക് അത് ഇന്ന് 5 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തമിഴ് എന്ന് പറഞ്ഞിടത്തിലത്തെ വശങ്ങളായിട്ടുള്ള ഭൂ ആൻഡ് ഭൂതം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ഒബാമ അയ്യോ രാമ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇവിടെ ജൂലൈ 11-ാം തീയതി റിലീസാണെന്നുള്ള അറിയിച്ചു. പിന്നെ ആപ്പ് ജയ്സാക്കോയി എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ 11-ാം തീയതി പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടി എന്ന് പറഞ്ഞിടത്തിന്റെ അകത്ത് ഒരു സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഉപ്പു കപ്പുറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡയറക്റ്റ് OTT റിലീസായി വരാൻ പോവാണ് ആമസോൺ പ്രൈമിലൂടെ ജൂലൈ 4-ാം തീയതി. തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞിടത്തിന്റെ എപ്പിക്കോ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അരുവൻ എന്ന് പറഞ്ഞിടത്തിന്റെ വശങ്ങൾ വരാൻ പോവാണ്. ആകെ വെന്നില എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് ജൂൺ 20-ാം തീയതി 6 മണിക്കാന്നുള്ള അറിയിച്ചു. പിന്നെ 11 എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെ എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള അർജുൻദാസ് മെയിൻ കഥാപാത്രം എത്തുന്നതാണ്. ഈ പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നോഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള വശങ്ങൾ പുറത്തിറങ്ങി. പിന്നെ RT76 രവിതേജയുടെ 76-ാമത്തെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഫീഷ്യലായി അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ടൈറ്റിലും ഫസ്റ്റ് ലുക്കും അടുത്ത് തന്നെ വരും എന്നുള്ള രീതിയിലും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 2026 ജനുവരിയിലൊക്കെ ആയിട്ടായിരിക്കും പുറത്തിറക്കുക, എന്നുവെച്ചാൽ സംക്രാന്തിക്കായിരിക്കും പുറത്തിറക്കുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ രാജസാബ് എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിലത്തെ ടീച്ചറിലത്തെ ലിറിക്സ് പുറത്തിറക്കിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും 24 മണിക്കൂറിൽ 59 മില്യൺ പ്ലസ് വ്യൂസ് ആണ് ടീച്ചറിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. യൂട്യൂബിൽ ട്രെൻഡിങ് വണ്ടിയിലൊക്കെയാണ്. പിന്നെ കുബേര എന്ന് പറഞ്ഞതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിലെ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണി മുതലാണ് സ്റ്റാർട്ട് ആവുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് വേഫാർ ഫിലിംസ് ആണ്. പിന്നെ പടത്തിന്റെ 3 days to go പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ US-ലത്തെ തെലുങ്ക് തിയേറ്റർ ലിസ്റ്റ് 1 അതേമാതിരി തെലുങ്ക് തിയേറ്റർ ലിസ്റ്റ് 2 തെലുങ്ക് തിയേറ്റർ ലിസ്റ്റ് 3 തെലുങ്ക് തിയേറ്റർ ലിസ്റ്റ് 4 അതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും US-ൽ 19-ാം തീയതിയാണ് ഇതിന് പ്രീമിയർ നടക്കുന്നത്. പിന്നെ പടത്തിന്റെ ട്രെയിലർ വന്നെന്ന് പറഞ്ഞായിരുന്നു, അത് 20 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിലർ നല്ല ട്രെയിലർ തന്നെയായിരുന്നു. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ജൂലൈ 25-ാം തീയതി റിലീസ് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ എത്തിയിട്ടില്ല, വന്നു കഴിഞ്ഞാൽ അറിയിക്കാവുന്നതാണ്. അതേമാതിരി വിജയ് ദേവരകൊണ്ട കിങ്ഡം എന്ന് പറഞ്ഞാൽ മെയ് 30-ാം തീയതി റിലീസ് ആവുന്നതാണ്. അത് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു, അത് ജൂലൈ 25-ാം തീയതി ആവുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഓഗസ്റ്റ് 1 എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ കൺഫർമേഷൻ എത്തിയിട്ടൊന്നുമില്ല. കൂടുതൽ കേൾക്കുന്നത് ജൂലൈ 25-ാം എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇതിന്റെ ഒപ്പം ക്ലാഷ് എന്നുള്ള രീതിയിൽ എന്താവുന്നുള്ള കണ്ടറിയാം. പിന്നെ പൂരി ജഗന്നാഥ് അടുത്തായിട്ട് വിജയ് സേതുവിനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടത്തിൽ ഇപ്പോൾ സംയുക്ത മേനോനും ഉണ്ടാവുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വെട്രിമാരൻ STR കൂടിയിട്ട് ഒരു പടം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വെട്രിമാരൻ STR വെച്ചിട്ട് പടം എടുക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന്റെ ടെസ്റ്റ് ഷൂട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതുമാതിരി ഈ പടം വടച്ചെന്നൈ യൂണിവേഴ്സ് അല്ലെങ്കിൽ വടച്ചെന്നൈ ഫിലിമിന്റെ ഒരു കണക്ഷനുള്ള രീതിയിലുള്ള ഒരു പടം എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ I Am Game എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാൻ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റില്ലോ കണ്ടിട്ട് പടം ഗംഭീരാവുന്നുള്ളതാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഗംഭീരാവുന്നതാണ് പ്രതീക്ഷ. ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ കൂടുകയാണ്. പിന്നെ ആസിഫലിന്റെ ഒരു ആക്ഷൻ എന്റർടൈനർ പടമായി വരാൻ പോണ പടമാണ് ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൽ നെസ്ലൻ ജോയിൻ ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ ഫ്രീ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ.